ചില ആൾക്കാർ നമ്മളോട് വന്ന് പറയാറുണ്ട്, കരയാൻ പറ്റില്ല മാഡം, ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് കരയാനേ പറ്റില്ല പബ്ലിക് സ്പേസിൽ. അപ്പോൾ നമ്മൾ പറയുന്ന ടോയ്ലറ്റിലെങ്കിലും പോയിരുന്ന് കരഞ്ഞോളാൻ പറയും. കാരണം അത് കരഞ്ഞു പോകുന്നതാണ് അതിൻ്റെ നല്ലത്. അത് ഇൻറ്റേർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. കുട്ടികൾ ട്രോമയിലൂടെ വളരെ നാച്ചുറലായി തന്നെ ട്രോമ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം? ഒരു കുട്ടി പറഞ്ഞതാണ്, ദർ ആർ റെഡ് ഫ്ലാഗ്സ് ഇൻ ദിസ് മമ. അങ്ങനെ തന്നെ യു നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന്. ഞാനൊരു സെക്കൻഡ് ഇങ്ങനെ ഞെട്ടി അത് കേൾക്കുമ്പോൾ. പക്ഷേ പിന്നീട് അങ്ങനെ ഞെട്ടലുകൾ തന്നെയായിരുന്നു. കാരണം ആ ജനറേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമുക്കിപ്പോൾ അറിയണ്ടാവില്ല കുട്ടി ലേണിങ്ങിൽ സ്ട്രഗിൾ ആണെന്ന്. അപ്പോൾ പാരൻസ് ഇപ്പം പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പോരാ, വെറുതെ നടക്കുക, അല്ലെങ്കിൽ മാർക്ക് കുറവ് എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ ആ അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടി, മകനോ മകളോ ആണെങ്കിൽ അവരൊരു ഷോക്കിൽ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇവർ പെട്ടെന്നൊരു സഡൻ ഡെത്ത് അല്ലെങ്കിൽ ഒരു ട്രൊമാറ്റിക് ഡെത്ത് വരികയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ, അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഒരു ഷോക്കിലോട്ട് പോവാലോ. ഷോക്കിലോട്ട് പോയാൽ ഒരു ഫ്രീസ് റെസ്പോൺസ് വരും. ഇപ്പോഴത്തെ ജനറേഷനിലെ ബോയ്സ് കരയും. ജെൻസി ജനറേഷനിൽ അവർ കരയുന്നുണ്ട്. ബിക്കോസ് അവർക്ക് അറിയാം അത് കരയുന്നത് നോർമലാണ്, കരഞ്ഞില്ലെങ്കിൽ അതിലും കൂടുതൽ പ്രശ്നങ്ങൾ വരും. അവർ ഒരിക്കലും സപ്പോർട്ട് സ്വീകരിക്കാൻ മടിക്കില്ല. അതുകൊണ്ട് അവർ വരാറുണ്ട്. അത് ജോലി ഇല്ലെങ്കിൽ പിന്നെ അതൊരു വലിയ ട്രോമയായിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എങ്ങനെ സോൾവ് ചെയ്യാം? ഒരു ജോലി കൊണ്ട് മാത്രമാണോ നമ്മളെ അളക്കേണ്ടത്? ഇപ്പം ആണുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കരയരുത്, അത് വീക്ക്നെസ് ആണ്, നിങ്ങൾ സപ്പോർട്ട് ചോദിക്കരുത്, നീ ഒരാണല്ലേ എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഹാർഷ് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. അത് ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഐ ഹാവ് ടു പ്രൊവൈഡ് ഫോർ ദ ഫാമിലി, ഞാനാണ് പ്രൈമറി പ്രൊവൈഡർ, അതുകൊണ്ട് ജോലി പോയാൽ അത് ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ കുറവാണ്, എൻ്റെ സെൽഫ് വർത്ത് അഫക്റ്റഡ് ആണ്. ഇങ്ങനെ ആയിരിക്കും അവരുടെ ഇൻറ്റേർണൽ ഡയലോഗ് പോവുക. പിന്നെ ഹീലിംഗ് ടൈം എടുക്കും. അത് ഒരു മാജിക് പോലെ ഒരു സെക്കൻഡ് കൊണ്ടോ മിനിറ്റ് കൊണ്ടോ ചെയ്യുന്ന കാര്യമല്ല. എല്ലാവർക്കും അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്കത് അവർക്ക് പെട്ടെന്ന് ഹീലായല്ലോ, അത് അവർക്ക് കുറച്ചും കൂടി ഇതാണെന്ന് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല. എല്ലാവരുടെ ജീവിതവും ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെ ട്രോമയും ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ ഒരു അൺറിസോൾവ്ഡ് ട്രോമ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ ഒരു ബോക്സ് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്. ആ ബോക്സിൽ 4 ഘട്ടങ്ങളാണ് വരിക. ഒന്ന്, നമ്മൾ ഇൻഹലേഷൻ എടുക്കുന്നത്. കുട്ടികളാണെങ്കിലും പല പല പ്ലാറ്റ്ഫോംസിലൊക്കെ കയറിയിട്ട് അവർ ചിലപ്പോൾ അവർക്കൊരു ആശ്വാസത്തിനോ ബിലോങ്ങിങ്ങിനോ അല്ലെങ്കിൽ എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റിക്കൊക്കെ കയറുന്നതായിരിക്കും. പക്ഷേ എല്ലാ പ്ലാറ്റ്ഫോംസും അത്ര നല്ലതൊന്നുമല്ലല്ലോ, ടോക്സിക് ആയിട്ടുള്ളവരുണ്ട്. അതിന് രണ്ടുപേരും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അഗെയിൻ സൈലൻ്റ്ലി സഫർ ചെയ്യുന്നത് കുട്ടികളാവാം. അവർ പല ഇങ്ങനത്തെ സാധനങ്ങളിൽ, ഡേഞ്ചറസ് വേൾഡാണ്, അതിൽ പോയി പെടാറുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ ഇപ്പോൾ വേപ്പിംഗ് ഒക്കെ ഭയങ്കര കോമൺ ആണല്ലോ. പിന്നെ അവർ പല പല പ്ലാറ്റ്ഫോംസിൽ ഈ പറഞ്ഞ മാതിരി ഗ്രൂപ്പ്സിലൊക്കെ കയറിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ബുള്ളിങ് ചെയ്യുക. ഇപ്പം നമ്മൾ ട്രോമ എന്ന് പറയുമ്പോൾ ഒരു ഇൻസിഡന്റ് ആണ് മനസ്സിൽ വരിക. ഒരു പക്ഷേ ഈ പറഞ്ഞ മാതിരി വലിയൊരു അപകടം, അതല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി, അതല്ലെങ്കിൽ എന്തെങ്കിലും വലിയ നഷ്ടങ്ങൾ. ഇതൊന്നും അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ റുട്ടീൻ ലൈഫിൽ ഒരുപാട് ട്രോമകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതൊരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള വഴക്കാവാം. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിനാറിയോസ് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അതായത് കുട്ടികൾ ട്രോമയിലൂടെ വളരെ നാച്ചുറലായി തന്നെ ട്രോമ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ? ഒത്തിരി അങ്ങനത്തെ കേസസ് വരാറുണ്ട്. അത് അവർ സൈലൻ്റായിട്ട് സഫർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം നമ്മൾ ജെൻ ആൽഫ എന്ന് പറഞ്ഞ ജനറേഷൻ എടുക്കുവാണെങ്കിൽ അവർ കുറേ കാര്യങ്ങളിൽ ഫോർവേഡാണ്. കുറേ കാര്യങ്ങൾക്ക് അവർക്ക് സപ്പോർട്ട് വേണം. പക്ഷേ ഫോർവേഡ് ആവുമ്പം അവർ ഞാൻ ചിലപ്പോഴൊക്കെ അതിശയിച്ച് പോവാറുണ്ട് ആ ഏജ് ഗ്രൂപ്പിലെ കുട്ടികളോട് സംസാരിക്കുമ്പം. മറ്റേ ഒരു കുട്ടി പറഞ്ഞതാണ്, ദർ ആർ റെഡ് ഫ്ലാഗ്സ് ഇൻ ദിസ് മമ. അങ്ങനെ തന്നെ യു നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന്. ഞാനൊരു സെക്കൻഡ് ഇങ്ങനെ ഞെട്ടി അത് കേൾക്കുമ്പോൾ. പക്ഷേ പിന്നീട് അങ്ങനെ ഞെട്ടലുകൾ തന്നെയായിരുന്നു. കാരണം ആ ജനറേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അപ്പം അവർ എക്സ്പോസ്ഡ് ആണ് ഒത്തിരി കാര്യങ്ങളിലും. കുറേ കാര്യങ്ങളിൽ തിരിച്ചറിവുണ്ട്. അപ്പം ഈ കുട്ടികൾ പക്ഷേ ഇത് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ആ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അത് പല രീതിക്ക് വരാം. ഇപ്പോൾ അഗ്രഷനായിട്ട് വരാം, സോഷ്യലി അവർ ഇൻട്രാക്ട് ചെയ്യുന്ന ഡിക്ലൈൻ ആയിട്ട് വരാം. എസ്പെഷ്യലി ന്യൂക്ലിയർ ഫാമിലി, ഇപ്പോൾ പറഞ്ഞ പോലെ മൈക്രോ ഫാമിലി, ആ കോൺസെപ്റ്റ്. അപ്പം അങ്ങനെ പല പല കാര്യങ്ങൾ വരാം. അക്കാഡമിക്കലി ഗ്രേഡ്സ് ലോവർ ആവാം. നമുക്കിപ്പോൾ അറിയണ്ടാവില്ല കുട്ടി ലേണിങ്ങിൽ സ്ട്രഗിൾ ആണെന്ന്. അപ്പോൾ പാരൻസ് ഇപ്പം പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പോരാ, വെറുതെ നടക്കുക, അല്ലെങ്കിൽ മാർക്ക് കുറവ് എന്നുള്ളൊരു സാധനം വരും. പിന്നെ കുട്ടികൾ സ്ക്രീനിലോട്ട് പോകും കേട്ടോ.
കുട്ടികളുടെ കോപ്പിംഗ് മെക്കാനിസം ഇപ്പൊ കൂടുതലും അതാണ്, ഓൺ സ്ക്രീൻ ആണ്. ആ. അത് ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവര് അതിലോട്ട് എടുത്തു വീണ ജനറേഷൻ ആണല്ലോ, അപ്പൊ ഉം. അവർക്ക് കുറച്ച് കൂടുതലാണത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിലുണ്ട്. ഇപ്പൊ ഈ ഡിജിറ്റൽ വേൾഡ് എന്നുണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇത്രയും അറിവും പ്രായവും എക്സ്പീരിയൻസും ഉള്ള ആളുകൾ തന്നെ ഇപ്പൊ ജോബ് ഫ്രോഡുകളിലും അതെ പല അതെ. തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയിപ്പെട്ട് പിന്നെ അതൊരു വലിയ ട്രോമയാണ്. കാരണം നിനക്കിതൊന്നും അറിയില്ല, ഇത്രയും അവയർനെസ് ഉണ്ടായിട്ട് നീ എന്തിനു ഉം, പിന്നെ അത് ചെയ്തു എന്നുള്ള ഉം, ചോദ്യങ്ങൾ ഒക്കെ വരില്ലേ? ഉം. എന്തുമാത്രം ട്രോമകൾ ഇപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് ഒട്ടുമിക്കതും അത് തന്നെയാണ്. ആ. അതായത് ചിലത് ലോ ബ്രേക്കിങ്ങിൽ പോയിട്ട് പറ്റുന്ന സാധനങ്ങളാണ്. കുട്ടികളാണെങ്കിലും പല പല പ്ലാറ്റ്ഫോംസിലൊക്കെ കയറിയിട്ട് അവർ ചിലപ്പോൾ അവർക്കൊരു ആശ്വാസത്തിനോ ബിലോങ്ങിങ്ങിനോ അല്ലെങ്കിൽ എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റിക്കൊക്കെ കയറുന്നതായിരിക്കും. പക്ഷെ എല്ലാ പ്ലാറ്റ്ഫോംസും അത്ര ഉം. നല്ലതൊന്നും അല്ലല്ലോ. ടോക്സിക് ആയിട്ടുള്ളവരുണ്ട്, അതിൽ തന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ വീട്ടിലൊരു കോൺവെർസേഷൻ വേണം എന്നുള്ളതാണ്. പക്ഷെ ഉം. കോൺവെർസേഷൻ അതാ ഞാൻ പറഞ്ഞ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സ് ഭയങ്കര കൂടുതലാണ്. ഉം. ഇപ്പൊ മാക്സിമം നമ്മൾ വീട്ടിനകത്തുള്ള അറ്റ്മോസ്ഫിയർ കൺഡ്യൂസീവ് ആയിട്ട് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഉം. അതിന് രണ്ടുപേരും ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഒരാൾ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അഗെയിൻ സൈലന്റ്ലി സഫർ ചെയ്യുന്നത് കുട്ടികളാവാം. ഉം. അവർ പല ഇങ്ങനത്തെ സാധനങ്ങളിൽ ഡേഞ്ചറസ് വേൾഡ് ആണ്, അതിൽ പോയി പെടാം. അങ്ങനെ പിന്നെ Yeah. ഈ പറഞ്ഞ മാതിരി അവര് പല പല കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഉം. സ്കൂളുകളിലാണെങ്കിൽ ഇപ്പൊ വേപ്പിംഗ് ഒക്കെ ഭയങ്കര കോമൺ ആണല്ലോ. പിന്നെ അവർ പല പല പ്ലാറ്റ്ഫോംസിൽ ഈ പറഞ്ഞ മാതിരി ഗ്രൂപ്പ്സിലൊക്കെ കയറിയിട്ട് ഉം. ഒരു ഗ്രൂപ്പായിട്ട് ബുള്ളിങ് ചെയ്യുക. Yeah, അതൊക്കെ I അങ്ങനത്തെ remember. പ്രവണതയൊക്കെ ഉണ്ട് ഉം. ഇപ്പം ഉം. കൂടുതലായിട്ടും. ഇപ്പോ ബീറ്റ് സ്ട്രെസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ട്രോമ ആവട്ടെ, എന്തുമാത്രമാണ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ആ ഒരു 19 വയസ്സുകാരി ഉം, കുഞ്ഞിന് ജന്മം നൽകി ആ ഒരു ഇൻസിഡന്റിൽ പോലും ഉം, സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് വീട്ടിലാരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഉം, വീട്ടിൽ അത് പറഞ്ഞില്ലേ, സംസാരിച്ചില്ലേ, ഈ കുട്ടിയല്ലാതെ ഉം, വേറൊരാൾക്കും ഈ ഒരു കാര്യം അറിയില്ലേ എന്നുള്ളത്. ഉം, ഇപ്പൊ പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടത് നമുക്ക് ഒരാളോടൊന്ന് തുറന്ന് പറയാം. മേ ബി ഇപ്പം ഒരു മെഡിക്കൽ അഡ്വൈസ് ഒക്കെ എടുക്കാൻ മടിയുള്ളതായിരിക്കും. ഉം. നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയുക, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു റിക്കവറി ഒരു ഫേസിൽ എന്ന് പറയുന്നത്. ഉം. അത് ആക്ച്വലി പേടി ഒരു റീസൺ ആണ് പറയാതെ വരുന്നത്. പിന്നെ ആരെങ്കിലും പിന്നെ നമ്മളെ അവർ മനസ്സിലാക്കുവോ ഉം. അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു സംഭവം കൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ആ വീട്ടിലെ അന്തരീക്ഷം എന്താണ് അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. Yeah. അപ്പോൾ പുറത്ത് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവാം നമുക്ക്. അത് കൂടുതലും നമ്മൾ ഇന്ററാക്ട് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഉം. ഉം. ഒട്ടുമിക്ക കേസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്താ പറയാ, വീട്ടിലിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത സ്ഥിതിയിലും കുട്ടികൾ പുറത്തു പോയി അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുന്നുണ്ട്. ഉം. എഗെയിൻ അതും സേഫ്റ്റി കോംപ്രമൈസ്ഡ് ആണ് ആ കേസിലും. നമുക്കെല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉം. ഉം. അപ്പൊ അതുകൊണ്ട് യെസ്. ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ പറയാം പാൻഡമിക് എന്ന് ഉണ്ട്, അതല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി, അതല്ലാണ്ട് ഉം, ഒരു കാലത്തിൻ്റെതായ ഒരു ട്രോമ ഉണ്ടാവില്ല. ഇപ്പം ഉം, യുദ്ധം ഉം, നടക്കുന്നു, ഉം, ഉം, ഒരുപാട് പേര് നമ്മുടെ ഉം, നാട്ടിലേക്ക് തന്നെ ഉം, ജോലി നഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാറുണ്ടോ നമ്മുടെ നാട്ടിൽ? കാരണം ഇപ്പം ഉം, നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ 3 4 ഫ്രണ്ട്സ് വിത്ത് ഉം, ഫാമിലി, വരുമാനമില്ലാതെ ജോലിയില്ലാതെ, ഉം, പിന്നെ അവർക്ക് ആ ഒരു ഗൾഫ് റിട്ടേൺ അവിടുന്ന് എന്നുള്ളൊരു പേരും ഉള്ളത് കൊണ്ട് ഉം, അങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയിട്ടും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഉം, അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ ഒരു മെന്റൽ സപ്പോർട്ട് നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഉം. അങ്ങനെയുള്ളവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണോ? ഉം. ശ്രദ്ധിക്കണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പം അറിയണവരോടല്ലേ നമുക്ക് ചോദിക്കാൻ ഉം. പറ്റുള്ളൂ. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അവർ ആക്ച്വലി അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. ഓ. ഇത് പറഞ്ഞപ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചു. അതിനകത്ത് എങ്ങാണ്ട് ഒരു 300 എംപ്ലോയീസ് ജോയിൻ ചെയ്തു. ഇവരെല്ലാം അവിടെ വാർ സോൺ മറ്റേ ഉം. ഗൾഫ് അവിടെ ആ, ഓ. പെട്ടുപോയ ആൾക്കാരാണ്. അത് നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് നമുക്ക് മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ഓൺലൈനായിട്ടും അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉം. ഉം. അൺസർട്ടനിറ്റി ഇങ്ങനെ നിൽക്കുവാണല്ലോ. അതെ. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. ഉം. പിന്നെ എല്ലാ നിമിഷവും അലേർട്ടാണ്. ഇപ്പം ഇവർക്ക് ഈ സൈറൻ കേൾക്കുന്നത് തന്നെ ആം, ആ, ഓ അടുത്ത് ഇനിയിപ്പോൾ ഇത് വീഴുവോ അല്ലെങ്കിൽ അത് പൊട്ടുവോ
അല്ലെങ്കിൽ ഇതിനിപ്പോൾ എന്തായിരിക്കും. അഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ ഹൈപ്പർ അറൗസൽ, ഹൈപ്പർ വിജിലൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയില്ലേ, അതിലാണ് ഫുൾ ടൈം മൈൻഡും ബോഡി ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി അതിനെ കാം ആക്കാനുള്ള, നെർവസ് സിസ്റ്റത്തിനെ കാം ആക്കാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഡീപ് ബ്രീത്തിങ് ടെക്നിക്സ്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസ്, സെൻസറി പ്രാക്ടീസസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഓൺലൈനിൽ എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പരിമിതി വെച്ചുകൊണ്ടാണ് ആ പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ട് ചെയ്തത്. ഇതുപോലെ വേറെയും ആൾക്കാർ ചെയ്തിട്ടുണ്ടാവാട്ടോ, എനിക്കത് ഭയങ്കര അറിവില്ല, എന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്നവർക്ക് ഇപ്പം വലിയ ട്രോമ എന്ന് തന്നെ വേണമെന്നില്ല, ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുക, എന്തെങ്കിലും ഒരു ലൈക്ക് ടിപ്സോ, ഇപ്പം ഈ പറഞ്ഞ മാതിരി ബ്രീത്തിങ് ടെക്നിക്സോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൈൽഡ് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് ചെയ്യാനുണ്ടോ? നമുക്കിപ്പം ഈ പറഞ്ഞ മാതിരി ട്രോമ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ആക്കുമല്ലോ. അപ്പം നമ്മൾ നെർവസ് സിസ്റ്റം ഹാക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഇതിനെ ഹാക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പം ആങ്കറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന, നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ് ടോയ് എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, മറ്റേ ആ സ്ട്രെസ് ബോളില്ലേ, ഇതെല്ലാം നമുക്ക് ആങ്കറായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് എന്തിലെങ്കിലും ഒന്ന് കയറി പിടിക്കണം, ടു ഫീൽ സേഫ് ഓർ ടു ബി ഇൻ കൺട്രോൾ, അത് മിനിമം നമുക്ക് കയ്യിൽ വെക്കാം. പിന്നെ സ്ലോ ആയിട്ട് നമുക്ക് സിപ്പ് ചെയ്യാം, പെട്ടെന്ന് ബ്രെയിനിനെ റീസെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ആ എനർജി ഒന്ന് മാറ്റി നമ്മളൊന്ന് മാറിപ്പോവുക എന്നുള്ള സിമ്പിൾ കാര്യങ്ങൾ. എല്ലാത്തിലും ഉപരി ഡീപ്പ് ബ്രീത്തിങ് ആണ് ഏറ്റവും കൂടുതൽ നെർവസ് സിസ്റ്റത്തിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം. അപ്പം നമ്മൾ സാധാരണ ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യുമ്പം നമ്മൾ അറിയില്ലല്ലോ ചെസ്റ്റ് ബ്രീത്തിങ് ആണ്. നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നു, ശ്വാസം എടുക്കുന്നു, വിടുന്നു. അത് അടഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരിയും കൂടി ഡീപ്പായിട്ട്, അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഈ ഒരു സൗണ്ടിൽ നമ്മൾ എടുക്കുന്ന ഒരു സാധനം. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഡയഫ്രം ഓർ അബ്ഡമൻ മൂവ് ചെയ്യും സ്ലൈറ്റ് ആയിട്ട്. അതിന് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ള സാധനമാണ്. അതായത് അവയർനെസ് ബോഡി ആൻഡ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മൾ അത് പുറത്തോട്ട് വിടുമ്പോൾ നമ്മളിങ്ങനെ പേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഊതി വിടില്ലേ, അതുപോലെ ഇങ്ങനെ ഈ ഒരു പേസിൽ വിടുക. അപ്പോൾ എഗെയിൻ നമ്മുടെ ഡയഫ്രം ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ആ അവയർനെസ് കോൺഷ്യസ് ആയിട്ട് അതിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഗ്രൗണ്ടഡ് ആയി നിൽക്കാനുള്ള ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ട് നമ്മൾ ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ ഒരു ബോക്സ് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുവാണ്. ആ ബോക്സിൽ 4 ഘട്ടങ്ങളാണ് വരിക. ഒന്ന് നമ്മൾ ഇൻഹലേഷൻ എടുക്കുന്നത്, പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, എക്സേൽ ചെയ്യുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക, എല്ലാം 4 സെക്കൻഡ് വീതം. ഇത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ ആ ബോക്സ് വരും. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ അതിൻ്റെ പേസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ട് ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് കൗണ്ട് എടുക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഈ 4 കൗണ്ടിൽ അകത്തോട്ട് എടുക്കുന്നു, പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്നു, പിന്നെയും വീണ്ടും നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, പിന്നെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഞങ്ങൾ എപ്പോഴും നേവി ഇതിലൊക്കെ കൊടുക്കുന്നതാണ്. അവരതിൽ ട്രെയിൻഡ് ആണ്. മീൻസ് അവർക്ക് എപ്പോഴും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണല്ലോ. അപ്പോൾ അത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് വിശദമായി തന്നെ ട്രോമയെക്കുറിച്ചും എങ്ങനെ ഓവർകം ചെയ്യണമെന്നും അത് കടന്നു പോകുന്ന വ്യക്തികളെയും അവരെ ചുറ്റുമുള്ളവരെ പറ്റി എല്ലാം സംസാരിച്ചു. ഇപ്പോൾ ഒരു അൺറിസോൾവ് ട്രോമ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ആൻഡ് വിൽ വൈൻഡ് അപ്പ് വിത്ത് ദാറ്റ്. ഓക്കെ, അൺറിസോൾവ് ട്രോമ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം ട്രൂ ആയിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ ഫോൾട്ട് അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളത് നമ്മുടെ ലേബലാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പല ആൾക്കാരും ട്രോമ ആ കണ്ണിലൂടെ, ട്രോമ ലെൻസിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ച് നോക്കി സ്വയമായിട്ട് നമ്മളത്ര പോരാ അങ്ങനത്തെ ഒരു ഇതിലോട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ലേബൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അത് മനഃപൂർവ്വമായിട്ട് സംഭവിച്ചിരിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ആ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഹീലിംഗ് ടൈം എടുക്കും. അത് ഒരു മാജിക് പോലെ ഒരു സെക്കൻഡ് കൊണ്ടോ മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. എല്ലാവർക്കും അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്കത് അവർക്ക് പെട്ടെന്ന് ഹീലായല്ലോ, അത് അവർക്ക് കുറച്ചും കൂടി ഇതാണെന്ന് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല. എല്ലാവരുടെ ജീവിതവും ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെ ട്രോമയും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ സർവൈവലിന് നമുക്ക് അത്രയും സമയം എടുത്തു, അപ്പോൾ ഹീലിങ്ങിന് ഡെഫിനറ്റ്ലി അത്രയും തന്നെ സമയം എടുക്കും. അതാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്കാണ് ഇത് കണ്ടിട്ടുള്ളത്. അതായത് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ ജോലി കൊണ്ടാണ്. ഇപ്പോൾ ഇന്ന സ്ഥാപനത്തിൽ മാനേജറായിട്ട് അല്ലെങ്കിൽ GM ആയിട്ട് വർഷങ്ങൾ വർക്ക് ചെയ്തു,
പിന്നെ ജോലി പോവുകയോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് വരും, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഐഡന്റിറ്റി ഇല്ല, ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ എന്നെ ആൾക്കാർ എങ്ങനെ അറിയുന്നോ. അതായത് ജോലി ഇല്ലെങ്കിൽ പിന്നെ അതൊരു വലിയ ട്രോമയായിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉം. അത് എങ്ങനെ സോൾവ് ചെയ്യാം? ഒരു ജോലി കൊണ്ട് മാത്രമാണോ നമ്മൾ നമ്മളെ അളക്കേണ്ടത്? ഇല്ല, അതിൽ നമുക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ടൈപ്പ് ഓഫ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതെ. എസ്പെഷ്യലി ഫോർ മെൻ ആൻഡ് ബോയ്സ്. ഇപ്പോൾ കുഞ്ഞുനാളിലെ തൊട്ട് തന്നെ നമ്മളെ ജെൻഡർ റോൾസ് പണ്ട് ഡിവൈഡഡ് ആണ്. അതെ. അത് മാറി വരുന്നുണ്ടെങ്കിലും ഫുള്ളായിട്ടൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇപ്പം വിമൻ അവർ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസോ ചൈൽഡ് കെയർ ആക്ടിവിറ്റീസോ അങ്ങനത്തെ ഫാമിലി മാറ്റേഴ്സ് അങ്ങനെ പ്രൈമറിലി പോയിക്കൊണ്ടിരുന്നതാണ്. അതേപോലെ മാനിനെ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ബാങ്കിങ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ ബാക്കിയുള്ള എന്താ പറയുക പുറമേ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയാണല്ലോ പണ്ട് ട്രഡീഷണൽ സൊസൈറ്റിയിൽ റോൾസ് ഡിവൈഡ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ആരും ഫുള്ളി മോചിതരായിട്ടില്ലല്ലോ. അപ്പം അതിൽ തന്നെ കുറേ പേര് ജീവിച്ചു പോവുകയാണ്. അപ്പം അതിൽ ഇപ്പം ആണുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കരയരുത്, അത് വീക്ക്നെസ് ആണ്, നിങ്ങൾ സപ്പോർട്ട് ചോദിക്കരുത്, നീ ഒരാണല്ലേ എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഹാർഷ് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. അത് അവരെ നല്ലോണം ബാക്കിലോട്ട് വലിക്കും. അതായത് തെറ്റ് ചെയ്യാൻ പറ്റില്ല, തെറ്റ് ചെയ്താൽ നമ്മൾ വീക്കാണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, അപ്പോൾ ഐ ഹാവ് ടു പ്രൊവൈഡ് ഫോർ ദ ഫാമിലി, ഞാനാണ് പ്രൈമറി പ്രൊവൈഡർ, അതുകൊണ്ട് ജോലി പോയാൽ അത് ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ കുറവാണ്, എൻ്റെ സെൽഫ് വർത്ത് അഫക്റ്റഡ് ആണ്. ഇങ്ങനെ ആയിരിക്കും അവരുടെ ഇൻറ്റേർണൽ ഡയലോഗ് പോവുക. അപ്പോൾ ഐ ആം എ ഫെയിലിയർ എന്നുള്ളൊരു കോർ ബിലീഫ് അവർക്ക് വരും. ആ കോർ ബിലീഫിൽ നമ്മൾ വർക്ക് ചെയ്യണം ആക്ച്വലി. കാരണം അവരുടെ സെൽഫ് എസ്റ്റീം വിൽ ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ്. എല്ലാവരും അല്ല, പക്ഷെ ഇപ്പം ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. അതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും നന്നായിട്ട്. ഇപ്പോൾ ഒരു കാര്യം, ഒരു ട്രോമയോട് പലരും റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, എൻ്റെ പരിചയത്തിൽ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ മരിച്ചുപോയി. ആൻഡ് അന്നത്തെ ചടങ്ങിൽ വന്ന എല്ലാവരുടെയും പ്രശ്നം ഇതായിരുന്നു, അവൾ കരഞ്ഞില്ല എന്നുള്ളത്. കരഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞും നാൾ കഴിഞ്ഞും എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വരുമ്പോൾ പോലും, അയ്യോ എന്നാലും ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ട് കരഞ്ഞില്ലല്ലോ, കരഞ്ഞില്ല. സങ്കടം ഇല്ലല്ലോ, ഇപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ നടക്കുന്നത്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ഈ ആണുങ്ങൾ കരയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അതല്ലെങ്കിൽ എനിക്കൊന്ന് എവിടെന്നെങ്കിലും കരയണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആൺ സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ, ലൈക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ല. അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായാൽ കരയണം, അല്ലെങ്കിൽ ആണുങ്ങൾ കരയാൻ പാടില്ല, അതൊക്കെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിർബന്ധമായിട്ട് തന്നെ പോകുന്ന കാര്യങ്ങളാണ്. നിർബന്ധമല്ല, ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ കരയുന്ന ഇപ്പോഴത്തെ ജനറേഷനിലെ ബോയ്സ് കരയും. ജെൻസി ജനറേഷനിൽ അവർ കരയുന്നുണ്ട്, ബിക്കോസ് അവർക്ക് അറിയാം അത് കരയുന്നത് നോർമലാണ്, കരഞ്ഞില്ലെങ്കിൽ അതിലും കൂടുതൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് അവർക്കറിയാം. ഞാൻ അങ്ങനെ ഒരു മാറ്റം ജെൻസിയിലാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് ജെൻസി ക്ലയൻസ് കൂടുതലാണ്, മീൻസ് പേഷ്യൻസ് കൂടുതലാണ്. അവർ ഒരിക്കലും സപ്പോർട്ട് സീക്കാൻ മടിക്കില്ല, അതുകൊണ്ട് അവർ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ജനറേഷൻ എനിക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയാം. പ്രീവിയസ് ജനറേഷനിലുള്ളവർക്കെല്ലാം ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് ഒരു റെസ്പോൺസ് ആയിരിക്കും. ഇപ്പം അമ്മ അല്ലെങ്കിൽ ഇപ്പം ആരാ ഫാദറോ ആരാ മരിച്ച, അതല്ലേ എക്സാമ്പിൾ പറഞ്ഞ, ആ ഒരു സാഹചര്യം എന്താന്നുള്ളത് നോക്കണം. അപ്പോൾ ആ അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടി മകനോ മകളോ ആണെങ്കിൽ അവരൊരു ഷോക്കിൽ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇവർ പെട്ടെന്നൊരു സഡൻ ഡെത്ത് അല്ലെങ്കിൽ ഒരു ട്രൊമാറ്റിക് ഡെത്ത് വരികയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ, അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഒരു ഷോക്കിലോട്ട് പോവാലോ. ഷോക്കിലോട്ട് പോയാൽ ഒരു ഫ്രീസ് റെസ്പോൺസ് വരും ചിലപ്പോൾ, ആ ഫ്രീസ് ആയിട്ടിരിക്കുക. പക്ഷെ അത് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. അവർക്ക് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരാം. പക്ഷെ അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലുമായിട്ട് അവർ കരയുമായിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുക. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ചില ആൾക്കാർ നമ്മളോട് വന്ന് പറയാറുണ്ട്, കരയാൻ പറ്റില്ല മാഡം, ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് കരയാനേ പറ്റില്ല പബ്ലിക് സ്പേസിൽ. അപ്പോൾ നമ്മൾ പറയുന്ന ടോയ്ലറ്റിലെങ്കിലും പോയിരുന്ന് കരഞ്ഞോളാൻ പറയും. കാരണം അത് കരഞ്ഞു പോകുന്നതാണ് അതിൻ്റെ നല്ലത്. അത് ഇൻറ്റേർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ ക്രൈയിങ്ങിനെ ആക്ച്വലി ഇമോഷണൽ എക്സ്പ്രഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ അനു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.